പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്? നമ്മൾ 2-3 തിയറികൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ട്രേസ് ഡീകേ തിയറി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇൻ്റർഫിയറൻസ് തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ്. വി സ്റ്റോർ എ മെമ്മറി, we are not only storing the sensory data, but also we are storing our emotional state or our mood. That means the storage of memory influence the emotional state of an individual. When we are in happy mood, we recollect or retrieve the memories which give us happiness. And when we are in bad mood, we recollect the bad things. It suggests that we are sometimes cued to remember certain things by our emotional states or environment. From this, we can understand that when we store memory or information, we are also store some cues that related to the environment or emotional states. When we came to the same situation again, these situational factors or the environmental factors trigger memory. So when we store an information, we are also store some cues related to the situation. That is known as retrieval cues. And we are again in the same situation. We are came to the same situation again. The retrieval cues can trigger the memory of the situation. ഒരു ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വി ആർ ഓൾസോ സ്റ്റോർ സം ക്യൂസ് റിലേറ്റഡ് ടു ദ സിറ്റുവേഷൻ. നമ്മൾ ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്യൂസുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതിനെന്താണ് പറയുന്നത്? അതിനെയാണ് റിട്രീവൽ ക്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നമ്മൾ എഗെയിൻ സെയിം സിറ്റുവേഷനിൽ നമ്മൾ എത്തുന്ന സമയത്ത് ദീസ് റിട്രീവൽ ക്യൂസ് ട്രിഗർ അവർ മെമ്മറി. ആ റിട്രീവൽ ക്യൂസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മൂലം എന്ത് സംഭവിക്കും? നമ്മളൊക്കെ അവിടെ നിന്ന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരും. ഓക്കെ. ക്യൂ ഡിപ്പെൻഡൻറ്റ് തിയറി ഓർ റിട്രീവൽ ഫെയിലിയർ ഈസ് വൺ ഓഫ് ദ 5 cognitive psychology theories of forgetting. This theory states that sometimes memories are forgotten because it cannot be retrieved. Cue-dependent theory of forgetting or cue-dependent forgetting is also known as retrieval failure. What is retrieval failure? Retrieval failure is where the memories are present in long-term memory but we cannot access the memory. The information is said to be available, that is present in the long-term memory but cannot accessible. We cannot retrieve it from the long-term memory. It is because of the absence of retrieval cues. If you are given a cue, it will more likely to retrieve it. ലോങ് ടേം മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് നമ്മൾക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയാത്തത്? ആ മെമ്മറി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറ്റുവേഷണൽ ക്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ക്യൂസിൻ്റെ അഭാവം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾക്കതിനെ റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ക്യൂ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനു കഴിയും?
നിങ്ങളുടെ മെമ്മറി റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്യൂ ഡിപ്പെൻഡൻറ്റ് തിയറി എന്ന് പറയുന്നത് റിട്രീവൽ ഫെയിലിയർ എന്ന് കൂടി പറയുന്നുണ്ട്. ക്യൂ ഡിപ്പെൻഡൻറ്റ് തിയറി ഈസ് or a retrieval failure theory is failure to recall the memory because of the absence of certain cues. ക്യൂസിൻ്റെ അഭാവത്തിൽ നമ്മൾക്ക് മെമ്മറിയെ റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയാതെ വരിക, അതുതന്നെയാണ് നമ്മൾ റിട്രീവൽ ഫെയിലിയർ അല്ലെങ്കിൽ ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. റിട്രീവൽ ക്യൂ ഈസ് എ ഹിൻറ്റ് ഓർ ക്ലൂ that help to retrieve the memory. അപ്പോൾ റിട്രീവൽ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇറ്റ് മേ ബി എ ഹിൻറ്റ് ഓർ ക്ലൂ വിച്ച് ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ ടു റിട്രീവ് ദ മെമ്മറി. മെമ്മറി റിട്രീവ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹിൻറ്റോ അല്ലെങ്കിൽ ഒരു ക്ലൂ ആയിരിക്കും റിട്രീവൽ ക്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദർ ആർ 3 types ഓഫ് റിട്രീവൽ ക്യൂസ്. 3 തരത്തിലുള്ള റിട്രീവൽ ക്യൂസുകളുണ്ട്. ഒന്ന് സെമാൻറ്റിക് ക്യൂസ്, സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, എന്താണ് സെമാൻറ്റിക് ക്യൂസ് എന്ന് നോക്കാം. ആൻ എക്സ്പെരിമെൻറ്റ് ഇൻ 1966 showed that people can remember better words if they are in the same category. The words which generate recall by association is known as semantic cues. For example, someone forget everything about a trip until he reminded a friend he visited there. That cues act as a retrieval cue for everything that happened in that trip. ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ പ്ലേസ് സന്ദർശിച്ച കാര്യം അയാൾക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. പക്ഷെ ആ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഫ്രണ്ടിനെ അയാൾ കണ്ടുമുട്ടിയ കാര്യം ഓർമ്മിപ്പിക്കുന്ന സമയത്ത് ആ ട്രിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഈവൻസുകളും അയാളുടെ ഓർമ്മയിലേക്ക് വരും. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്. സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് ആർ governed by the state of mind at the time of encoding process. ഒരു മെമ്മറി എൻകോഡ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡിവിജ്വലിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയായിരുന്നു, അതാണ് സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് എന്ന് പറയുന്നത്. എൻകോഡിങ് പ്രോസസ്സിൽ നമ്മളുടെ മൈൻഡ് ഏത് സ്റ്റേറ്റിലായിരുന്നു, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരുന്നു എന്നതാണ് അവിടെ ക്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. The basic idea behind the state dependent cue is that the memory is better when the physical or psychological state of mind is similar in encoding and retrieval process. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് റിട്രീവൽ സമയത്തും എൻകോഡിങ് സമയത്തും സെയിം ആയിട്ടാണ് ഉള്ളത് എങ്കിൽ, സെയിം സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഒരു വ്യക്തിക്ക് ഉള്ളത് എങ്കിൽ ദാറ്റ് വിൽ എൻഹാൻസ് ദ മെമ്മറി, ദാറ്റ് വിൽ എൻഹാൻസ് ദ റിട്രീവൽ. ആ സമയത്ത് നമ്മൾക്ക് റിട്രീവൽ ഈസി ആയിരിക്കും. ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്. The emotional states of an individual like upset, anxious and happy, all these mental states or emotional state act as a cue for retrieving the memory. If you were anxious, upset or happy or any other mental state when you are processing your information or encoding your memory, that mental state will affect the memory. And if you are under the same emotional state or the state of mind,
it will be easier to you to recollect the memories. You are more likely to be able to retrieve the memory when you are under the same mental state. അപ്പോൾ എൻകോഡിങ് സമയത്ത് നിങ്ങൾ ഏത് മെൻ്റൽ സ്റ്റേറ്റിലാണോ ഉണ്ടായിരുന്നത്, നിങ്ങൾ ആങ്ഷ്യസ് ആയിരുന്നോ, അപ്സെറ്റ് ആയിരുന്നോ, ഹാപ്പി ആയിരുന്നോ, അപ്പം ആ സമയത്ത് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണോ അതേ മെൻ്റൽ സ്റ്റേറ്റിലാണ് നിങ്ങൾ റിട്രീവൽ സമയത്തും ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് റിട്രീവൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. അല്ല എങ്കിൽ എന്താണ്, റിട്രീവൽ പ്രോസസ്സ് ഡിഫിക്കൾട്ടായിരിക്കും. നിങ്ങളത് റിട്രീവ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. അതാണ് സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് മെൻ്റൽ സ്റ്റേറ്റിലാണ് ഉള്ളത് എൻകോഡിങ് സമയത്ത്, ഏത് മെൻ്റൽ സ്റ്റേറ്റിലാണ് ഉള്ളത് റിട്രീവൽ സമയത്ത്, ഇത് രണ്ടും ഒരേ മെൻ്റൽ സ്റ്റേറ്റ് ആണെങ്കിൽ മെമ്മറി ഈസി ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ല എങ്കിൽ നിങ്ങളത് ഫോർഗെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്. കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് related to the environment and situation. Retrieval cues may be based on the situation or the context under which the information is encoded and retrieved. So context dependent cues എന്ന് പറയുന്നത് എന്താണ്? എൻകോഡിങ് സമയത്ത് അല്ലെങ്കിൽ റിട്രീവൽ സമയത്തോ ഏത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ എൻകോഡ് ചെയ്തിരിക്കുന്നത് അതേ കോണ്ടെക്സ്റ്റ് തന്നെയാണ് റിട്രീവൽ സമയത്തും വരുന്നത് എങ്കിൽ റിട്രീവൽ എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. കോണ്ടെക്സ്റ്റ് റിലേറ്റഡ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏത് സിറ്റുവേഷനിൽ ഇരുന്നാണ് നമ്മൾ ഒരു കാര്യം പഠിച്ചത്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ടാണോ അല്ലെങ്കിൽ ആരുടെ കൂടെ ഇരുന്നിട്ടാണ് പഠിച്ചത്, ഒരു റെയിനി ഡേയിലാണോ അത് നമ്മൾ പഠിച്ചത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്ന സമയത്ത് ആ സിറ്റുവേഷൻസ് ആ കോണ്ടെക്സ്റ്റുകളും ഒരു ക്യൂസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ എൻകോഡിങ് സമയത്ത് അത്തരത്തിലുള്ള ക്യൂസ് ഉണ്ടായത് കൊണ്ട് തന്നെ റിട്രീവൽ സമയത്തും സെയിം കോണ്ടെക്സ്റ്റൽ ക്യൂസ് നമ്മൾക്ക് ഉണ്ട് എങ്കിൽ റിട്രീവൽ ഈസി ആയിരിക്കും എന്നാണ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് എന്ന് പറയുന്നത്. സോ we can trigger the memory recall by providing the same contextual dependent cues. The contextual dependent cues includes it may be a particular room, it may be a particular order, it may be a particular group of people. Context also refers to the way in which we are presenting the informations. It may be in the form of written text, it may be in the form of printed material, it may be spoken words. The contextual dependent cues are same in encoding and retrieval process. Context also refers to the way information is present. It may be in printed form, it may be in written form, it may be spoken or sung, it may be presented in a random collection without any association. It may be presented in categories such as list of animals or list of furniture, etc. The evidence indicates that the retrieval is more likely when the context is similar at the time of encoding and retrieval. എൻകോഡിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ റിട്രീവൽ പ്രോസസ്സിൻ്റെ സമയത്തുണ്ടായിരുന്ന കോണ്ടെക്സ്റ്റുകൾ സെയിം അല്ലെങ്കിൽ സിമിലർ ആയിട്ടുണ്ട് എങ്കിൽ
എന്താണ് റിട്രീവൽ ഈസി ആയിരിക്കും എന്നാണ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂ ഡിപ്പെൻഡൻറ്റ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇൻഫോർമേഷൻ, ഒരു മെമ്മറിയെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ലോങ് ടേം മെമ്മറി, ബട്ട് വി കനോട്ട് റിട്രീവ് ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ക്യൂസ്. ഒരു ക്യൂസിൻ്റെ അഭാവം കൊണ്ട് ലോങ് ടേം മെമ്മറിയിലുള്ള ആ ഒരു ഇൻഫോർമേഷൻസിനെ നമ്മൾക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ റിട്രീവൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ആക്ച്വലി ദ മെമ്മറി ഈസ് present in long-term memory, but we cannot retrieve present because of the absence of a cues. That cue is present while we encoding the memory process. നമ്മൾ ആ മെമ്മറി എൻകോഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ക്യൂസ് ഇപ്പോൾ റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇല്ല എന്നതുകൊണ്ട് നമ്മൾക്ക് ലോങ് ടേം മെമ്മറിയിൽ നിന്ന് ആ ഇൻഫോർമേഷൻസിനെ റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഫോർഗെറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. 3 types ഓഫ് ക്യൂസ് ആണുള്ളത്: സെമാൻറ്റിക് ക്യൂസ്, സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്. ഓക്കെ, എല്ലാവർക്കും ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.